ഉച്ചയ്ക്ക് ഉണ്ടായ സ്ഫോടനം കണ്ണൂർ പാനൂർ മൂളിയാത്തോടാണ് സ്ഫോടനം ഉണ്ടായത്. ഒരു CPM പ്രവർത്തകൻ മരിച്ചിരിക്കുന്നു. ഈ ഒരു സംഭവം ഏത് രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്? UDFന്റെ ആരോപണങ്ങൾക്ക് CPM നൽകുന്ന മറുപടി എന്താണ്? ദിവ്യ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ സമയത്താണ് CPMന്റെ വലിയ സ്വാധീന മേഖലയിൽ ഒരു സ്ഫോടനം ഉണ്ടാകുന്നു. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനം എന്ന് പോലീസ് തന്നെ കൃത്യമായി വിശദീകരിക്കുന്നു. ആ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നു, ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും പാർട്ടി കേന്ദ്രത്തിലുണ്ടായ ഈ സ്ഫോടനം CPMനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല, അതൊരു രാഷ്ട്രീയ വിവാദമാക്കി എടുക്കാൻ, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPMനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വടി എന്ന നിലയ്ക്ക് തന്നെ UDF അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് VD സതീശന്റെയും KPC പ്രസിഡന്റും കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ K സുധാകരന്റെയും ഒക്കെ പ്രസ്താവന വളരെ കൃത്യമായി ആ കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് പറയാതിരിക്കാനുമാവില്ല. അതിനിടയിൽ ആ സംഭവം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ UDFന്റെ സംഘം DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ സ്ഥലം സന്ദർശിച്ചു. സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമം, കലാപമുണ്ടാക്കാനുള്ള ശ്രമമെന്ന് UDF അതിനെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ CPM രംഗത്തെത്തി. ആദ്യം വന്നത് പാനൂർ ഏരിയ കമ്മിറ്റിയാണ്. ഈ പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുമായി ബന്ധമില്ല, നേരത്തെ പാർട്ടി പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ഇവരെ പാർട്ടി പുറത്താക്കിയതാണെന്ന് CPMന്റെ ഏരിയ കമ്മിറ്റി വിശദീകരണം നൽകുന്നു. പിന്നാലെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ രംഗത്തെത്തുന്നു. അദ്ദേഹം കൃത്യമായി പറയുന്നു, ഇവർക്ക് പാർട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല, സ്ഫോടനത്തിന് പിന്നിലുണ്ടായിരുന്ന ആളുകൾക്കുമായി പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോഴും സ്വാഭാവികമായും ഈ രണ്ടാളുകൾക്കും പാർട്ടിയുമായി ബന്ധമുണ്ട് എന്നത് വ്യക്തമാണ്. മാത്രമല്ല, വിനീഷ് CPMന്റെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ മകനാണ്. ഈ രണ്ടുപേരുടെയും, കൊല്ലപ്പെട്ട റിനീഷ് അടക്കമുള്ള ആളുകളുടെ കുടുംബത്തിന് പാർട്ടി ബന്ധമുണ്ട്. സ്വാഭാവികമായും അത് എത്രത്തോളം നിരസിച്ചാലും, എത്രത്തോളം അവരെ തള്ളിപ്പറയുമ്പോഴും സ്വാഭാവികമായും അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ, CPMനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അണികളോടെങ്കിലും ഈ സംഭവത്തിന് പിന്നിൽ CPM പ്രവർത്തകർ തന്നെയാണ്. മരിച്ചത് ഒരു CPM പ്രവർത്തകനാണ്. ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് CPM വലിയ പ്രതിരോധത്തിലായിരിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബോംബ് നിർമ്മാണം എന്ന ആരോപണവുമായി UDF രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്.